ഇടുക്കിയിൽ നറുക്കെടുപ്പ് ഭാഗ്യം LDF-ന്. മണക്കാട്, കൊക്കയാർ, രാജകുമാരി പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം ലഭിച്ചു. പള്ളിവാസൽ പഞ്ചായത്ത് UDF-ന് ലഭിച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മണക്കാട് പഞ്ചായത്ത് ഇപ്പോൾ LDF-ന് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? സ്മൃതി, വോട്ടെണ്ണൽ വന്ന ദിവസം LDF-നെ തുണച്ചില്ലെങ്കിലും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകളിലാണ് LDF-ന് ഭരണം ലഭിച്ചിരിക്കുന്നത്. 4 നറുക്കെടുപ്പ് നടന്നത്. അതിൽ 3 LDF-ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മണക്കാട് പഞ്ചായത്തിൽ LDF-നും UDF-നും 5 വീതവും NDA-ക്ക് 2ഉം 2020-ക്ക് 2ഉമായിരുന്നു. അതിൽ NDA-യും 2020-യും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഒടുവിൽ നടന്ന നറുക്കെടുപ്പിലാണ് LDF-ന് വിജയം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് രാജകുമാരി പഞ്ചായത്തിലും ഉണ്ടായത്. രാജകുമാരി പഞ്ചായത്തിൽ LDF-നും UDF-നും 7 വീതം മെമ്പർമാരായിരുന്നു. അവിടെ നടന്ന നറുക്കെടുപ്പിലാണ് രാജകുമാരി പഞ്ചായത്തിലെ N. ഈശ്വർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മണക്കാട് പഞ്ചായത്തിൽ LDF-ന്റെ സ്വതന്ത്ര മെമ്പറായിരുന്ന വത്സ ജോണായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നത്. അതുകൂടാതെ മറ്റൊരു നറുക്കെടുപ്പ് നടന്നത് കൊക്കയാറിലായിരുന്നു. കൊക്കയാറിൽ LDF-ന് വിജയിച്ചു. നറുക്കെടുപ്പിലൂടെ LDF-ന്റെ പ്രസിഡന്റായി D. സുഗുണനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു സംഭവം നടന്നത് പള്ളിവാസലിലാണ്. പള്ളിവാസലിൽ മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. അവിടെ നടന്ന നറുക്കെടുപ്പിൽ LDF-നും UDF-നും 7 വീതം മെമ്പർമാരായിരുന്നു. നറുക്കെടുപ്പിലൂടെ മായ പ്രസിഡന്റ് ആകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മൃതി. ശരി, രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.